മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഡൊമിനിക് എന്ന് പറഞ്ഞിട്ടുള്ള സീറോ ബഡ്ജറ്റിൽ ഇറങ്ങിയിട്ടുള്ള ചെറിയൊരു സിനിമ ഓരോ ദിവസം കൂടുന്തോറും ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ കൂടിക്കൊണ്ടിരിക്കുക എന്നുള്ള റിപ്പോർട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ നല്ലൊരു വീഡിയോ ചെയ്തിരുന്നു. കാരണം മിനിഞ്ഞാന്ന് ഞാൻ കോയമ്പത്തൂർ, അതായത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ബ്രൂഫിൽസ് എന്ന് പറഞ്ഞ ഒരു മാളിലെ സിനിമാ വിശേഷങ്ങളായിട്ടായിരുന്നു ഞാൻ നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞായറാഴ്ചത്തെ ഡൊമിനിക്കിൻ്റെ സിനിമ റിപ്പോർട്ട് നമുക്ക് തൃശ്ശൂർ രാഗത്തിൽ, പ്രത്യേകിച്ച് എടുത്തു പറയാൻ എൻ്റെ നാടാണ് തൃശ്ശൂർ. അപ്പോൾ ഞാൻ കൂടുതലും തൃശ്ശൂർ രാഗം, ജോസ് ഇനോക്സ് അല്ലെങ്കിൽ നമ്മുടെ ദീപ തിയേറ്റർ, ഗിരിജ തിയേറ്ററത്തെ റിപ്പോർട്ടുകളാണ് ഞാൻ എപ്പോഴും കൂടുതലായിട്ട് അപ്ഡേറ്റ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഞായറാഴ്ച ദിവസമായിട്ട് ഡൊമിനിക്കിൻ്റെ വിശേഷം തൃശ്ശൂർ രാഗത്ത് നിന്ന് ഇടാൻ എനിക്ക് സാധിച്ചില്ല. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം, ഇതിനൊരു പരിഹാരമായിട്ട് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീഡിയോ ഞാൻ അന്ന് കാലത്ത് കാണുകയുണ്ടായി. മല്ലു മൂവി തിയറോസ് എന്നാണ് ആ ചാനലിൻ്റെ പേര്, യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളൊക്കെ സിനിമ റിവ്യൂസും റെസ്പോൺസൊക്കെ എടുക്കുന്നവരാണ്. അപ്പോൾ ആ സുഹൃത്ത് തൃശ്ശൂർ രാഗത്തിൽ നല്ല ഗംഭീര തിരക്ക് ഹൗസ്ഫുള്ളായിട്ട് എന്നുള്ള ഒരു വീഡിയോ മൂപ്പര് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ എന്തായാലും നമുക്കൊന്ന് കാണാം. ഒപ്പം തന്നെ നമുക്ക് ഒരു തൃശ്ശൂർ രാഗത്തിൻ്റെ റിപ്പോർട്ട് ഇടാൻ സാധിക്കാത്തതിൽ ഉള്ള ഒരു പരിഹാരം കൂടിയാണെന്നുള്ളത് ഞാൻ മുന്നെടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഹായ് ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജോർജ് ഏട്ടൻ സ്ഥാനത്തിലാണ്. ഡൊമിനിക് ഇറങ്ങി ഇന്ന് 3-ാം ദിവസമാണ്. അപ്പോൾ പടത്തിൻ്റെ തിരക്ക് കാര്യങ്ങൾ അറിയാനായിട്ടാണ് ഞാൻ വന്നത്. ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗംഭീര തിരക്ക്. ഒരു മിക്സഡ് റിപ്പോർട്ട് വന്നൊരു സിനിമയ്ക്കാണ് ഈ ഒരു തിരക്ക്. മമ്മൂട്ടി എന്ന നടന്നുള്ളൊരു വിശ്വാസത്തിന് പുറത്ത് ഫാമിലീസിലൊരു കുത്തൊഴുക്കാണ് ഈ തിയേറ്ററിൽ കാണുന്നത്. ഫ്ലക്സുകൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ് മമ്മൂട്ടി ഫാൻസുകാർ. ഇവിടുത്തെ മമ്മൂട്ടി ഫാൻസ് എന്നൊരു അത്ഭുതമാണ്. എല്ലാ സിനിമകളുടെയും വിജയം അവർ അതിഗംഭീരമായിട്ടാണ് ആഘോഷിക്കാറ്. അപ്പോൾ ഈ സിനിമയും ഒരു വിജയമാണെന്നുള്ള പ്രതീക്ഷയിലാണ് അവരെല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ചെയ്ത് കുടുംബ പ്രേക്ഷകരെ സ്വീകരിക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ സിനിമ വിടാറായിട്ടുണ്ട്. സിനിമ വിട്ട് കഴിഞ്ഞാൽ കണ്ടാൽ നമുക്കറിയാം ഇവിടുത്തെ തിരക്ക് കാര്യങ്ങളൊക്കെ. സിനിമ വിട്ടു, ഇവിടെ ഹൗസ്ഫുൾ ആയിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ റോഡ് മൊത്തം ബ്ലോക്കാവും. ആ രീതിയിലാണ് രാഗത്തിൻ്റെ ഒരു സ്ട്രക്ചർ. രാഗത്തിൻ്റെ അവിടെയുള്ള വണ്ടികളും ആ സൈഡിലുള്ള വണ്ടികളും എല്ലാ വണ്ടികളും കൂടി ബ്ലോക്കായി, തിയേറ്ററിൽ നിന്ന് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വണ്ടികളും എല്ലാം കൂടി ബ്ലോക്കാവുന്ന അവസ്ഥയാണ്. മിക്ക സമയങ്ങളിലും മമ്മൂട്ടി സിനിമകൾക്കാണ് ഇവിടെ ഗംഭീര തിരക്ക് കാണാറ്. ഇതിന് മുന്നേ വന്ന് മാർക്കോ എന്ന സിനിമയായിരുന്നു, അതിനും ഗംഭീര തിരക്കായിരുന്നു. അതിന് മുന്നത്തെ സിനിമകളൊക്കെ മമ്മൂട്ടിയുടെ ഒരു എന്താ പറയുക, ഒരു തൃശ്ശൂർ പൂരമായിരുന്നു. ഇപ്പോൾ ടർബോ ആയാലും രമയുഗ ആയാലും എല്ലാം കൂടെ നിറഞ്ഞ സദസ്സിൽ ഹൗസ്ഫുൾ ഷോ കൊണ്ട് നിറഞ്ഞ ഒരു തിയേറ്ററായിരുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടികൾക്കും കാര്യങ്ങൾക്കും കുറച്ച് പ്രശ്നങ്ങളൊക്കെ പറ്റാറുണ്ട്, ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത് പോലീസ് നിയന്ത്രിക്കാനായിട്ട് ഇവിടെ സഹായിക്കാനായിട്ട് എത്താറുണ്ട്. അതുപോലെ തന്നെ മമ്മൂക്ക ഫാൻസും ഗംഭീരമായിട്ട് തിയേറ്ററുകാരെ സഹായിക്കാൻ, അതുപോലെ ഫാമിലീസിനെ സപ്പോർട്ട് നൽകിക്കൊണ്ട് ഇവിടെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ കാണുന്നതാണ് ഇവിടുത്തെ തിരക്കിൻ്റെ സത്യാവസ്ഥ. അപ്പോൾ വീഡിയോ കണ്ടില്ലേ, തൃശ്ശൂർ രാഗത്തിലെ റിപ്പോർട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അപ്പോൾ ഇതാണ് മലയാളികളിൽ പല ആളുകളും നല്ലതിനെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗം ഉണ്ടെന്നുള്ളതാണ്. പലവരും പല കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയ്ക്ക് തന്നെ പല കമൻറ്റ് ഇട്ടിട്ടുണ്ട്. കോയമ്പത്തൂർ നല്ല തിരക്കാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ മാളിൽ ചെന്ന് ആ ഒരു സിനിമയുടെ അത്യാവശ്യം കളക്ഷനും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. പിന്നെ നമ്മളതൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ അത് നമ്മുടെ ടർബോ സിനിമയ്ക്ക് നമ്മളതുപോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അത് കണ്ടിന്യൂഷൻ വേണ്ട എന്ന് വെച്ചിട്ടാണ് ഞാനത് ഒഴിവാക്കിയത്. പലവരും ഞാൻ പ്രൊമോഷൻ ചെയ്യുന്നത് കാശ് മേടിച്ചിട്ടാണോ എന്നുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ ഈ പറഞ്ഞു വന്ന തൃശ്ശൂർ രാഗത്തിൽ ഞായറാഴ്ചയായിട്ട് തിരക്കായിട്ടും ആളുകൾ പറയുന്നത് തിങ്കളാഴ്ച പോയിട്ടൊന്ന് നോക്കി നോക്കി ചേട്ടാ ടിക്കറ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. എൻ്റെ മക്കളെ, തൃശ്ശൂർ എന്നുള്ളതല്ല, ഏത് തിയേറ്ററിലാണെങ്കിലും വലിയ വലിയ ബ്രഹ്മാണ്ഡ സിനിമകൾ വരെ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ടിക്കറ്റ് ഉണ്ടായിരിക്കും. കാരണം പലവർക്കും പലവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുണ്ട്. സിനിമയ്ക്ക് പോകുക എന്നുള്ളത് മാത്രമല്ല, ഈ സിനിമയെ കുറ്റം പറയാൻ വേണ്ടി മാത്രം ഇരിക്കുന്നവർക്കാണ് ഇങ്ങനെയൊക്കെ ഓരോന്ന് ചകഞ്ഞ് നോക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ വടക്കാഞ്ചേരിയിലാണ്. അപ്പോൾ എൻ്റെ തൊട്ട് പുറകിൽ ഡൊമിനിക് സിനിമയുടെ പോസ്റ്റർ കാണാം. വടക്കാഞ്ചേരി ന്യൂരാഗ് എന്ന് പറഞ്ഞ സിനിമാ തിയേറ്ററിൽ അവിടെയും 4 ഷോകൾ തന്നെയാണ് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ രീതിയിൽ നല്ലൊരു സിനിമ അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 4-5 ദിവസം കഴിഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞാൽ തന്നെ ഷോകൾ കുറയ്ക്കും എന്നുള്ളതാണ്. കാരണം ഒപ്പം തന്നെ ഇതാ രേഖാചിത്രം കളിക്കുന്നുണ്ട്, അൻപോട് കൺമണി കളിക്കുന്നുണ്ട്. അപ്പോൾ ഈ സിനിമകളൊക്കെ അവിടെ കളിക്കുന്നുണ്ട്. നല്ല സിനിമയാണെങ്കിൽ സിനിമ കയറും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഡൊമിനിക് എന്ന് പറയുന്ന സിനിമ അത്യാവശ്യം കളക്ഷനൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോയ്ക്കൊക്കെയാണ് കൂടുതൽ ആളുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കാലത്ത് എല്ലാവർക്കും ഡ്യൂട്ടിയും സ്കൂളും കാര്യങ്ങളും എല്ലാം ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. നെഗറ്റീവൊക്കെ പറയുന്നവർക്ക് ഉള്ള ഒരു മറുപടി നമുക്ക് ഇതാ പറയാനുള്ളൂ.
അപ്പോൾ താങ്ക് യു. നമ്മുടെ സുഹൃത്തായ തൃശ്ശൂരിൽ നിന്ന് വീഡിയോ ഇട്ടിട്ടുള്ള നമ്മുടെ സുഹൃത്തിന് ഒരു താങ്ക്സ്. നമുക്ക് ഇടാൻ കഴിയാത്തൊരു റിപ്പോർട്ട് ആളിട്ടതിൽ വളരെയധികം നന്ദി. ഓക്കെ, താങ്ക് യു.